ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വഞ്ചർ ഷോപ്സ് ഹരി. ഇന്ന് നമ്മൾ നല്ല മഴയായിരുന്നു ഗൈസ്. ഇത് തോർന്നുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞിക്കളി ഇവിടെ ഉണ്ട് ഗൈസ്. മഴയത്ത് ഇവരങ്ങനെ പുറത്തിറങ്ങാറില്ല. നിങ്ങൾക്ക് ഇത് കാണാം. ഞങ്ങൾ ഇങ്ങനെ എങ്ങാനും കാണിച്ചാൽ അത് പോവില്ല ഗൈസ്. നമുക്കിത് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഞാൻ കൈമാറ്റുവാണ് ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മളുടെ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഗൈസ്. വീട്ടിൽ ഇടയ്ക്ക് ഞങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് പറന്നൊക്കെ നടക്കാറുണ്ട്. ചിലപ്പോൾ ഓടിക്കളിക്കും. ഒരു കിളി ഓടും, മറ്റേ കിളി പുറകെ ഓടും. അങ്ങനത്തെയൊക്കെ ആ സമയത്തായിരുന്നു ഗൈസ് ഇവർ കൂടുതൽ കളിച്ച് നടന്നത്. അപ്പോൾ കേശുക്കുട്ടനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ലി കിളിയാണ് ഗൈസ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ നെസ്റ്റ് വലുതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അതെ, ഞങ്ങൾ ഈ പോട്ടിൽ വെള്ളം ഒഴിക്കാറില്ല. ഇതൊരു ഹാങ്ങിങ് പോട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളം ഒഴിക്കാറില്ല ഗൈസ്. അതുകൊണ്ടില്ല, നിലനിൽപ്പ് മോശമാണ് ഗൈസ്. ഫുള്ള് വൃത്തികേടാക്കി വെച്ചിട്ടാണ് ഗൈസ്. പക്ഷെ നമ്മളൊന്നും ചെയ്യൂല ഗൈസ്. പിന്നെ ഈ സമയത്ത് ഇതിൻ്റെ വലിയതൊക്കെ വരാറുണ്ട് ഗൈസ്. നല്ല വലിയ കിളീനെയൊക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പം നമ്മുടെ അന്ന് കുഞ്ഞു കിളിയായിരുന്നു, അതിപ്പം നല്ല വലിയ കിളിയായല്ലേ ഗൈസ്. നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരെണ്ണമുള്ളൂ. ഇടയ്ക്ക് എപ്പോഴും ഇതിൻ്റെ കൂടെ ഒരു കിളി ഉണ്ടാവും ഗൈസ്. അത് ഞാൻ 2 ദിവസം മുമ്പാണ് നോട്ട് ചെയ്തത്. ആ 2 ദിവസം മുമ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അച്ഛനാണ് ഫുഡ് തേടി പോകാറ്. അമ്മ ഇവിടെ എപ്പോഴും ഉണ്ടാവും ഗൈസ്. ഈ ഫുഡ് നേരത്തെ ഗൈസ്, ഇത് നമ്മൾ വോയിസ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതല്ല, റിയലാണ് കേട്ടോ ഗൈസ്. എനിക്ക് കാണാൻ വേണമെങ്കിൽ ഞാൻ ക്യാമറയിൽ പോകാം. അപ്പോൾ ഗൈസിൽ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വന്ന് റോക്കറ്റ് പോലെ വന്ന് ചിലപ്പോൾ പറന്നൊക്കെ പോവാറുണ്ട് ഗൈസ്. ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതല്ല, അതിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നുണ്ട്. അങ്ങോട്ട് ഒച്ച എടുക്കണമെന്നാണെന്ന് തോന്നുന്നു. അവിടെ കുറേ ഞങ്ങൾ എപ്പോൾ നോക്കിയാലും ഇതല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും അവിടെ വന്നില്ല. അപ്പോൾ ഗൈസ് എൻ്റെ സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. അതാണ് ഞങ്ങൾ വോയിസ് ആയിട്ട് ഒട്ടും എഡിറ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ വീട്ടിൽ ഗൈസ്, that was an unexpected moment guys. അപ്പോൾ ഗൈസ് ഇപ്പം മഴയൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പം കിളിയുടെ സൗണ്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അവിടെ ഒരു പേരമരമുണ്ട് ഗൈസ്. അവിടെയാണ് എല്ലാ കിളികളും ഇരിക്കാറ്. ഞങ്ങളുടെ ഈ കുഞ്ഞിക്കിളിയൊക്കെ അങ്ങോട്ടൊക്കെ പോവാറുണ്ട് ഗൈസ്. ആ കിളികളൊക്കെ വരും, ഫുഡ് കൊടുക്കും. പിന്നെ പേരമരത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണെന്ന് തോന്നുന്നു ഇവർക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഇരിക്കുന്നത് ഗൈസ്. ഞാൻ ഇപ്പോൾ പേരമരം കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. അവിടെയാണ് കിളികളൊക്കെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ചുമ്മാ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ്. ഇതേ കണ്ടോ ഗൈസ്. അപ്പം കിളിയൊക്കെ ഉള്ളത് ഞങ്ങൾ ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി ഗൈസ്. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഇതുണ്ടാവുമെന്ന്. ഞങ്ങളുടെ കയ്യിൽ ഒരു നല്ല ഫോൺ അല്ലെങ്കിൽ ഒരു നല്ല ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് കാണാൻ പറ്റിയേനെ. ദേ ഇപ്പം കിളി വരും പോവും. അതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമ്മൾ രാവിലെ എണീക്കുന്നത് തന്നെ ഇവരുടെ ഒരു അലാറം കേട്ടിട്ടാണ് ഗൈസ്. കാരണം അവർ കുഞ്ഞിപ്പിള്ളേരായതുകൊണ്ട് രാവിലെ തന്നെ കിടന്ന് ഒച്ചയെടുക്കും ഗൈസ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാനൊന്നും പറ്റൂല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് കിളികൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേശു ഇത് ഇവിടെ നിന്ന് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കുറേ പ്രാവശ്യമായി കിളികളൊക്കെ വന്നു പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കിളിക്കൂടിലേക്കൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. കേശു ഒക്കെ വന്നപ്പോൾ കേശു അവിടെ കിളികളൊക്കെ
വരുന്നത് ആദ്യമായിട്ട് കേശു കാണുന്നതുകൊണ്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഇത്രയും കിളികൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ചുമ്മാ വീഡിയോ എടുക്കാമെന്ന് വന്നപ്പോൾ ഇവിടെ കുറേ കിളികൾ കണ്ടിട്ട് ഞങ്ങളാകെ അന്തം വിട്ടുപോയി ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത്. അവിടെ കിളിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു കിളി വന്നത് അവിടെ ആ പോസ്റ്റിൻ്റെ വയറുമ്മേ ഇരിക്കുകയാണ് കിളി. അതും ഇങ്ങോട്ടുള്ളതാണ് ഗൈസ്, പക്ഷേ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഒരു മൈൻഡും ഇല്ല. പിന്നെ അവിടെ നിന്ന് ഒന്നനങ്ങണ്ട, അല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് ആ വലിയ കിളിയുടെ അടുത്തൊന്നും മൈൻഡില്ല. അത് ഇടയ്ക്കും അത് രാത്രിയൊക്കെയാണ് വരാറ്. കാരണം അതിൻ്റെ ഫെതേഴ്സും കൊണ്ട് ഒരു കംഫോർട്ട് കൊടുക്കാനാണ് അത് വരാറ് അധികം. അല്ലാണ്ട് രാവിലെ ഞങ്ങൾ അതിനെ അധികം കണ്ടിട്ടുള്ള ഇടയ്ക്കൊക്കെയാണ് ആ കിളി ആകെ വരാറുള്ളൂ. ചിലതൊക്കെ വേറെ എവിടെ നിന്നൊക്കെയാണ് വരണേ, പേരമരത്തിൽ നിന്നൊന്നുമല്ല. പിന്നെ അതെ അതിപ്പോൾ ഒന്ന് അനങ്ങി, അല്ലാണ്ട് പിന്നെ അധികം അനങ്ങിയിട്ടില്ല ഗൈസ് ആ കിളി. ഗൈസ് ആ എല്ലാ കിളിയും പേരമരത്തിൽ നിന്ന് തന്നെയല്ല ഗൈസ് പറഞ്ഞത്, വേറെ വേറെ സ്ഥലത്തു നിന്നാണ്. ചിലതൊക്കെ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്ലോ മോഷനാക്കി ഒക്കെ ഇട്ട് നോക്കി. അപ്പം അതിൻ്റെ ചിറകടിയൊക്കെ നല്ല ക്ലിയറായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇപ്പം അത് കൂടി ഇറങ്ങിപ്പോയതാണ് ഗൈസ് നിങ്ങൾ കണ്ടത്. ഇത് എപ്പോഴും ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടും ഞങ്ങൾക്കത് കണ്ടിട്ടും മതിയാവുന്നില്ല. ഇതെല്ലാവരും റിയൽ ലൈഫിലൊന്ന് കാണണം. ആർക്കെങ്കിലും ഇങ്ങനത്തെ കിളിക്കൂട് ഹോമിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെ ഗൈസ് അതൊക്കെ അടുത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അത് നടന്നാണ് ഉള്ളിലേക്ക് കയറിപ്പോണേ. നമുക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണണത്. അധികം കിളിയൊന്നും ഞങ്ങൾ കാണാറില്ല ഗൈസ്. ഇപ്പം അത് പിന്നെയും പറന്നുപോയി ഗൈസ്. അപ്പോൾ ഗൈസ് സാധാരണ ഞാൻ ഷോർട്സിലൊക്കെ കിളികളൊക്കെ പറന്ന് വന്ന് കൂട്ടിലിരിക്കണം വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഒന്ന് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വേറൊരു വൈബാണ് ഗൈസ്. ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ കിളിക്കൂട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു കിളിക്കൂടാണ്. കേശുവിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ ഇല്ല, അത് ആകെ വൃത്തികേടാക്കി വെച്ചേക്കുവാണ് ഗൈസ് കിളികളൊക്കെ. ദേ ഇപ്പോൾ പിന്നെയും വരും. എല്ലാം വരുന്നത് വേറെ വേറെ കിളികളാണ്. വരും പോവും. പക്ഷെ സാധാരണ അങ്ങനെയല്ല. കിളികളൊക്കെ വന്നാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോവുള്ളൂ എന്നാണ് ഞങ്ങളൊക്കെ കേട്ടേക്കുന്നത്. അത് ഞങ്ങൾ കണ്ടത് കൊണ്ടായിരിക്കാം കിളികൾ അങ്ങനെ പോകുന്നത്. പോവും പെട്ടെന്ന് പോകുന്നത്. കേശുക്കുട്ടൻ ഇവിടെ എന്നിട്ട് അത് കിളി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. കേശുക്കുട്ടൻ്റെ മേത്തേക്ക് കാണിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കറക്റ്റ് ആ സമയത്ത് കിളി വന്നിരിക്കുന്നു ഗൈസ്. ഞങ്ങൾക്കിവിടെ പെട്ടെന്ന് തന്നെ മഴ പെയ്തു. ഞങ്ങൾ മഴ പെയ്തപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം കിളികൾ ഈ മഴയത്ത് എന്ത് ചെയ്യണമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അതറിയാൻ വന്നപ്പോൾ മഴയൊന്ന് തോർന്നപ്പോൾ അതിൻ്റെ എൻറ്റയർ ഫാമിലിയാണ് ഗൈസ് നമുക്കൊന്ന് കാണാൻ പറ്റിയത്. അതിൻ്റെ ഫ്രണ്ട്സാണോ കസിൻസാണോ ആരാണെന്നും കൂടി അറിയില്ല. ഇത് എല്ലാ വട്ടവും വേറെ വേറെ കിളികളാണ് വന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. നല്ലൊരു സൂപ്പർ ഒരു മൊമെൻ്റാണ് ഗൈസ് ഇത്. കിളികൾ വരും പോവും അല്ല അധികം ടൈമൊന്നും വേണ്ട ഗൈസ്. അത് വരും അപ്പം തന്നെ ഫുഡ് കൊടുക്കും പോവും. അതൊരു 2 സെക്കൻഡിലാണ് അതൊക്കെ ചെയ്യുന്നത് ഗൈസ്. പിന്നെ കിളികളൊക്കെ നല്ല സ്ലോ മോഷനിൽ നമ്മളങ്ങനെ വീഡിയോയൊക്കെ ഇട്ടാൽ അതിൻ്റെ ചിറകടിയൊക്കെ കാണാൻ നല്ല രസമാണ്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിക്കിളിയുടെ അപ്ഡേഷനൊക്കെ കാണണമെങ്കിൽ നിങ്ങളെ മസ്റ്റ് വാച്ചാണ്. നല്ല അപ്ഡേഷൻസൊക്കെ ഞാൻ ഇനി ഇടുന്നതാണ്. നിങ്ങളെല്ലാവരും കാണും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് എന്തായാലും അറിയാം. നിങ്ങളതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നോക്കാം.